സെറിമണി കഴിഞ്ഞു. അതെ, ഭയങ്കര സന്തോഷമാണ്. ഇടയ്ക്ക് അയ്യോ പാസ്സായി. എല്ലാം നല്ല കളർഫുൾ ആയിട്ടിരിക്കുന്നു. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഞങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ വളരെ സ്പെഷ്യലായിട്ടുള്ളൊരു വീഡിയോ ആണ്. നാട്ടിൽ നിന്ന് പല ആൾക്കാരും ഞങ്ങളോട് ചോദിക്കാറുണ്ട്, ജർമ്മൻ ലാംഗ്വേജ് പഠിക്കുന്നത് എളുപ്പമാണോ, ഇൻ കേസ് ജർമ്മൻ ലാംഗ്വേജ് പഠിച്ചാലും ജർമ്മനിയിൽ വന്നിട്ട് നേഴ്സിംഗ് പഠിക്കുന്നത് എളുപ്പമാണോ എന്നൊക്കെ. അപ്പോൾ നിങ്ങളുടെ ഈ ചോദ്യത്തിനുള്ള ഏറ്റവും വലിയൊരു ഉത്തരമാണ് ഇന്നത്തെ ഈ വീഡിയോ. അപ്പോൾ ഞങ്ങളുടെ കുറച്ച് ഫ്രണ്ട്സ് നാട്ടിൽ നിന്ന് ജർമ്മൻ ലാംഗ്വേജ് പഠിച്ച് ഇവിടെ വന്ന് ജർമ്മൻ ലാംഗ്വേജിൽ നേഴ്സിംഗ് ജർമ്മൻസിനോടൊപ്പം പഠിച്ച് ഇതിൽ കുറച്ച് പേര് ടോപ്പേഴ്സാണ് ക്ലാസ്സിൽ. അപ്പോൾ അവർ കഷ്ടപ്പെട്ട് പഠിച്ച് പാസ്സായി. ഇന്ന് അവരുടെ ഗ്രാജുവേഷൻ സെറിമണിയാണ്. അപ്പോൾ നമുക്കും ഇൻവിറ്റേഷൻ കിട്ടി. അപ്പോൾ ഇവിടെ എങ്ങനെയാണ് ഗ്രാജുവേഷൻ സെറിമണി എന്നതാണ് ഞങ്ങൾ ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. അവർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് ഫ്ലവേഴ്സ് മേടിക്കാൻ വേണ്ടി ഫ്ലവർ ഷോപ്പിൽ നിൽക്കുകയാണ്. നിങ്ങൾക്ക് കാണാൻ കഴിയും. അപ്പോൾ ഈ ഒരു ഹാളിൽ വെച്ചാണ് ഫംഗ്ഷൻ നടക്കുന്നത്. ഈ ഇരിക്കുന്നതൊക്കെ ഇന്ന് പാസ്സായ കുട്ടികളുടെ പേരൻസാണ്. ഞങ്ങളുടെ കുട്ടികളുടെ പേരൻസ് ഇല്ല, അതുകൊണ്ട് ഞങ്ങൾ തന്നെയാണ് അവരുടെയൊക്കെ പേരൻസ്. Besonderes. Ich durfte Sie dabei begleiten, sich weiter Kurse PFPK 2104 und PFAK 2304. Herr, wir bitten dich, erhöre uns. Guter Gott, wir vergessen dich oft, aber du bleibst uns trotzdem nah. Dein Reich komme, dein Wille geschehe. ടീച്ചേഴ്സൊക്കെ സംസാരിച്ചു, പ്രാർത്ഥന കഴിഞ്ഞു. ഇപ്പോൾ കുട്ടികളെ സ്റ്റേജിലേക്ക് വിളിക്കുകയാണ് സർട്ടിഫിക്കറ്റ് കൊടുക്കാനായിട്ട്. 3 വർഷം കഷ്ടപ്പെട്ട് പഠിച്ചതിൻ്റെ ഒരു റിസൾട്ടാണ് നിങ്ങൾക്കിപ്പോൾ കാണാൻ കഴിയുന്നത്. അപ്പോൾ ജർമ്മനിയിൽ പഠിക്കാൻ നേഴ്സിംഗ് പഠിക്കാൻ വരാനിരിക്കുന്ന കുട്ടികൾക്കൊക്കെ നല്ലൊരു പ്രചോദനമായിരിക്കും ഈ ഒരു വീഡിയോ. നിങ്ങളും ജർമ്മനിയിൽ വന്ന് ജർമ്മൻ നേഴ്സിംഗ് ഒക്കെ പഠിച്ച് പാസ്സായി കഴിയുമ്പോൾ നിങ്ങളുടെയും ഗ്രാജുവേഷൻ സെറിമണി ഇതുപോലെയൊക്കെ ആയിരിക്കും. Krabbeln mal.
Alles top, ja. പഠിപ്പിച്ച ടീച്ചർമാർക്കൊക്കെ അവർ ഓരോ ഗിഫ്റ്റുകൾ കൊടുത്തു. അതിനുശേഷം ഇവർ കുട്ടികളെല്ലാം ഒരുമിച്ച് സ്പെൻഡ് ചെയ്ത കുറച്ച് ടൈം, പിന്നെ അവർ പുറത്ത് പോയപ്പോൾ ഉള്ള കുറച്ച് ടൈമിലെടുത്ത ഫോട്ടോസൊക്കെ അവരവിടെ പ്ലേ ചെയ്തു. ഇതെല്ലാം വളരെ രസകരമായ നല്ലൊരു അനുഭവമായിരുന്നു. അതിനുശേഷം അവർ പഠിപ്പിച്ച ആ ഒരു ഷൂലയിൽ നിന്നും അവർക്ക് കുറച്ച് ഗിഫ്റ്റുകളൊക്കെ അവർ കൊടുക്കുന്ന ആ ഒരു കാഴ്ചയാണ് ഇനി നിങ്ങൾ കാണാൻ പോകുന്നത്. അനില Darf ich ein Lächeln mit Zahn? Ja! Das ist so süß. Geh mal bitte. Jeder gibt das immer. Das ist besser. ആമി, ഈ ഒരു സിറ്റുവേഷനിൽ എന്ത് തോന്നുന്നു? അമ്മ കൂടെ ഉണ്ട്, ഗ്രാജുവേഷൻ ആയി, എന്ത് തോന്നുന്നു ആമി? അമ്മയെ സന്തോഷമായില്ലേ? ഗ്രാജുവേഷൻ സെറിമണി കഴിഞ്ഞു. ഒരുപാട് 3 വർഷത്തെ കഷ്ടപ്പാടിന് ശേഷം ഇന്ന് പാസ് ആയി ഇറങ്ങിയിട്ടുണ്ട്. കഷ്ടപ്പാടെന്ന് വെച്ചാൽ ജോലിയിൽ അത്യാവശ്യം നല്ലപോലെ ഓഫ് ചെയ്യാനൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ട്. പക്ഷെ പഠനത്തിൽ അങ്ങനെ ലാംഗ്വേജിൻ്റെതായ ബുദ്ധിമുട്ടുണ്ട്. പക്ഷേ ഇങ്ങനെ കുത്തിയിരുന്ന് പഠിക്കുക, ഞാൻ ക്ലാസ് ഉള്ളപ്പോൾ ഞാൻ പഠിച്ചിട്ടില്ല. ഞാൻ പരീക്ഷയുടെ സമയം വരുമ്പോൾ മാത്രമേ ഞാൻ പഠിച്ചിട്ടുള്ളൂ. പക്ഷെ അത് ഓരോരുത്തരെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ആ സമയത്ത് അതുപോലെ അത്യാവശ്യം നല്ലപോലെ ശ്രമിച്ചു. പിന്നെ ഭയങ്കര വിശ്വാസം ഉണ്ടായിരുന്നു, നമ്മളെ കൊണ്ട് പറ്റും എന്നുള്ളൊരു വിശ്വാസം ഉണ്ടായിരുന്നു എൻ്റെ ടീച്ചറൊക്കെ. ഫീൽ ചെയ്യുന്നു? ഭയങ്കര സന്തോഷമാണ്. ഇടയ്ക്ക് ഞാൻ അയ്യോ പാസ്സായി, നമ്മൾ പാസ്സായി, ആ ഒരു മൈൻഡായിരുന്നു. സ്വന്തം കാലിൽ നിൽക്കാം. അതെ, ബെറ്റർ സാലറി, ബെറ്റർ ലൈഫ്, ബെറ്റർ സാലറി. അത് തന്നെ ഇപ്പോൾ വീടൊക്കെ ഷിഫ്റ്റ് ചെയ്യാൻ തുടങ്ങുന്നു. ഇനി നമ്മൾക്ക് ഈ ജോലി ഇപ്പം ഞങ്ങൾ പഠിച്ചുകൊണ്ടിരുന്ന സ്ഥലത്ത് നമ്മൾ പ്രാക്ടിക്കൽസ് ചെയ്യുമ്പം നമ്മളുടെ എംപ്ലോയറിൻ്റെ അടുത്ത് തന്നെയാണ് നമ്മൾ ഇപ്പം ജോലി എടുക്കുന്നത്. അപ്പൊ അതുകൊണ്ട് നമുക്ക് ഇവിടെ എത്ര വർഷം ജോലി ചെയ്യണമെന്ന് അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ഇല്ലില്ല, നമ്മൾക്ക് അവരിപ്പോ ഞങ്ങൾക്ക് ഒരു 6 മാസം മതി എന്ന് പറഞ്ഞാൽ അവർ 6 മാസം മതി. നമ്മൾ നിർത്താൻ അവർ മാക്സിമം നോക്കും, കാരണം എല്ലായിടത്തും ആൾക്കാർ കുറവായതുകൊണ്ട്. പിന്നെ ഇപ്പൊ നമ്മൾ അവർക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ അതുകൊണ്ട് അതെ, അവർ വീട്ടിലിരുന്ന് വീഡിയോ കോളിൽ ലൈവ് ഇടും, അത് ചോദിച്ചു. പക്ഷെ നടക്കില്ലല്ലോ. പക്ഷെ വീട്ടുകാരെ മിസ് ചെയ്യും. പക്ഷെ ഒരു ലൈഫ് സെറ്റ് ആവാൻ പണിയുണ്ട്. പിന്നെ ഭയങ്കര ആർഭാടം അങ്ങനെയൊന്നും തുടക്കത്തിൽ പറ്റത്തില്ല. സോ പറ്റും, ആരെയും കൊണ്ടും പറ്റും. എന്തായാലും കൺഗ്രാറ്റുലേഷൻസ്, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ഇതുവരെ ഉണ്ട്, ഓക്കെ അല്ലേ മുത്തേ? അപ്പോൾ 3 വർഷത്തെ കഠിനാധ്വാനത്തിന് ശേഷം പാസ്സായിരിക്കുകയാണ്. എന്താണ് പറയാനുള്ളത്? ഭയങ്കര സന്തോഷം. ഇത് ഞങ്ങൾ തോക്കോ ജയിക്കോ എന്നുള്ളൊരു ഇതിലിങ്ങനെ നിൽക്കുകയായിരുന്നു. അപ്പോൾ ഇങ്ങനൊരു റിസൾട്ട് കിട്ടിയപ്പോൾ ഭയങ്കര സന്തോഷമുണ്ട് ആദ്യമായിട്ട്. പിന്നെ 3 വർഷത്തെ ഹാർഡ് വർക്കാണ്. നന്നായി കഷ്ടപ്പെട്ടു, നന്നായി പഠിച്ചു. ഉറക്കമില്ലാത്ത ഒത്തിരി രാത്രികളും മാസങ്ങളും ആഴ്ചകളും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. സോ നാട്ടിൽ ഞാനൊരു കൊമേഴ്സ് സ്റ്റുഡൻ്റായിരുന്നു. ഞാൻ ഇന്നിവിടെ ഒരു രജിസ്റ്റേർഡ് നേഴ്സായിട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ നാട്ടിൽ നിന്ന് ഏത് സബ്ജക്റ്റ് എടുത്ത് വരുന്നവർക്കും ഇവിടെ വന്ന് പഠിച്ച് പാസ്സാകാൻ പറ്റും.
അതുപോലെ തന്നെ ഹാർഡ് വർക്ക് ചെയ്യുക. ഇപ്പോൾ എനിക്കും എൻ്റെ കൂട്ടുകാർക്കും ഇത് സാധിച്ചെന്നുണ്ടെങ്കിൽ ഇപ്പോൾ പഠിക്കുന്നവർക്കും ഇനി ഇവിടെ വന്ന് പഠിക്കാനിരിക്കുന്നവർക്കും ഉറപ്പായിട്ടും ഇങ്ങനൊരു സക്സസ്സിൽ എത്താൻ പറ്റും. അപ്പോൾ നന്നായി ഹാർഡ് വർക്ക് ചെയ്യുക. ഇത് ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. നിങ്ങളൊക്കെ ആഗ്രഹിക്കുന്ന പോലെ ഇതുപോലൊരു ദിവസം ഉണ്ടാവട്ടെ. ആൻഡ് ഭയങ്കര സന്തോഷം. ഇന്ന് മുതൽ സ്വന്തം കാലിൽ നിൽക്കാൻ, സ്വന്തമായിട്ട് ജോലി, ബെറ്റർ ലൈഫ് അല്ലേ? ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സോ മച്ച്. താങ്ക് യു. അന്നമ്മ, ഗ്രാജുവേഷൻ സെറിമണി കഴിഞ്ഞു. ഹൗ ഡു യു ഫീൽ? ശരിക്കും ഹാപ്പിയാണ്, അല്ലാണ്ട് വേറൊന്നും പറയാനില്ല. വീട്ടുകാരും കൂടെ അടുത്തുണ്ടായിരുന്നെങ്കിൽ കുറച്ച് ഹാപ്പി ഇരുന്നല്ലേ? ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിച്ചു. അവിടെ എല്ലാവരും വന്നപ്പോഴത്തേക്ക് പാരൻസിന്റെ കൂടെ വന്നപ്പോൾ ആഗ്രഹിച്ചു. പിന്നെ കൺഗ്രാജുലേഷൻസ്. ഇറങ്ങിയ ബാച്ചുകളിൽ 4 പെൺകുട്ടികളിലും അതിൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഒരേ ഒരു ആൺകുട്ടി നമ്മുടെ സ്വന്തം ഡെൽഫിൻ. ഡെൽഫിൻ, നിനക്ക് എന്ത് തോന്നുന്നു ഈ ഒരു സിറ്റുവേഷനിൽ? 3 വർഷം ഭയങ്കര കഷ്ടപ്പാടായിരുന്നു. പക്ഷേ ഇപ്പം ഈ സാധനം കൈ കിട്ടിയിരിക്കുമ്പോൾ കഷ്ടപ്പാടൊന്നുമല്ല. ഭയങ്കര സന്തോഷം, ഭയങ്കര ഹാപ്പി. പിന്നെ അപ്പനും അമ്മമാർക്കും പ്രൗഡാണ് ഇപ്പോൾ. അതോർക്കുമ്പോൾ അതിനേക്കാളും വലിയ ഹാപ്പി. താങ്ക് യു ഡെൽഫിൻ. പക്ഷേ ഞാൻ കൊമേഴ്സ് പഠിച്ചിട്ടാണ് നേഴ്സിംഗ് എട്ടെന്ന് പറഞ്ഞത്. അപ്പോൾ ആരും വരാൻ താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ കൊമേഴ്സ് പഠിച്ചവർക്കും നേഴ്സിംഗ് ഒരു കുഴപ്പമില്ലാണ്ട് പാസ്സാവാം. ഓക്കെ. പഠിത്തം എങ്ങനെ ഉണ്ടായിരുന്നു? എളുപ്പമായിരുന്നോ കുറച്ച് ടഫായിരുന്നോ? ലാംഗ്വേജ് ഇമ്പോർട്ടൻ്റ് ആണ്. ലാംഗ്വേജ് ഉണ്ടെങ്കിൽ എല്ലാം ഈസിയാണ്, എളുപ്പമാണ്, ഒരു കുഴപ്പമില്ല. ജസ്റ്റ് ലാംഗ്വേജിൻ്റെ ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ വേറെ ഒരു കുഴപ്പമില്ല. ഓക്കെ ഡെൽഫിൻ, ഓൾ ദി ബെസ്റ്റ്. ഞാൻ വന്നപ്പോൾ ലാംഗ്വേജ് ഇല്ലായിരുന്നു. ഇവിടെ ലാംഗ്വേജ് പഠിച്ചത് ഫസ്റ്റ് ഇയർ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. പിന്നെ അത് നമ്മൾ യൂസ്ഡ് ആവും. എക്സാം പാസ്സായി, എങ്ങനെ, എന്ത് ഫീൽ ചെയ്യുന്നു? ഒരുപാട് സന്തോഷമുണ്ട്. 3 വർഷത്തെ കഠിനാധ്വാനത്തിന് അവസാനം ഇന്ന് ഫലം ലഭിച്ചു. ഇപ്പോൾ ഇവിടെ വന്നിട്ട് നേഴ്സിംഗ് ഹൗസ്ഫുള്ളും ആയിരുന്നല്ലോ. ഇന്ന് പാസ്സായി, ഇന്നലെ റിസൾട്ട് വന്നു, പാസ്സായി. ഇന്ന് ഗ്രാജുവേഷൻ ആയിരുന്നു, സർട്ടിഫിക്കറ്റ് കിട്ടി. ഒരുപാട് സന്തോഷം. പിന്നെ വളരെ സ്പെഷ്യലായിട്ട് ഒരു കാര്യം കൂടെ ഉണ്ട്. ഇവിടെ ജമുൻസിനേക്കാളും കൂടുതൽ മാർക്ക് വാങ്ങിയാണ് ആമി പാസ്സായിരിക്കുന്നത്. ക്ലാസ് ടോപ്പാണ്. ചിട്ടി റോബോ ഞങ്ങൾ പാസ്സായിരിക്കുകയാണ്. ഓക്കെ. എന്തായാലും ഇവിടെ ഇപ്പോൾ ജർമ്മനിയിൽ വരുന്നവർക്ക് ഇത് ഈസിയാണോ പാടാണോ എന്നൊക്കെ പലരും ചോദിക്കാറുണ്ട്. എന്താണ് ആമിയുടെ ഒരു ഒപ്പീനിയൻ? ഈസി ആണെന്ന് വെച്ചാൽ ഈസി അല്ല, നഴ്സിംഗ് ഹൗസ്ഫുള്ളും ഈസി അല്ല എന്നാ പറഞ്ഞാലും. ബട്ട് നമുക്ക് പഠിച്ചെടുക്കാൻ പറ്റുന്നുള്ളൂ. അത്യാവശ്യം നന്നായിട്ടൊന്ന് ഹാർഡ് വർക്ക് ഒക്കെ ചെയ്യുവാണെങ്കിൽ നമുക്ക് എന്താണെങ്കിലും പഠിച്ചെടുക്കാൻ പറ്റുന്നതേ ഉള്ളൂ ഉറപ്പായിട്ടും. പക്ഷെ ഈസിയാണെന്ന് ഞാൻ പറയില്ല, പക്ഷെ ഹാർഡ് വർക്ക് ചെയ്താൽ നമുക്ക് പഠിച്ചെടുക്കാം. ഉറപ്പായിട്ടും നമ്മൾ ഷാപ്പ് ചെയ്യും. ഓക്കെ, താങ്ക് യു ആമി, ഓൾ ദി ബെസ്റ്റ്. കഴിഞ്ഞ പ്രാവശ്യം പാസ്സായ 2 കുട്ടികളെ ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. ഒന്ന് ഫെബി മരിയ. അപ്പോൾ നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്? 6 മാസത്തിന് മുന്നേ പാസ്സായതാണ്. 6 മാസത്തിന് മുന്നേ ഞങ്ങൾ ഇതേ സിറ്റുവേഷനിൽ ഇതേ പൂവൊക്കെ പിടിച്ച് തൊപ്പിയും വെച്ച് നിൽക്കുന്നതായിരുന്നു. വളരെ സന്തോഷമുള്ളൊരു നിമിഷമായിരുന്നു അല്ലേ? വളരെ സന്തോഷമായൊരു നിമിഷമായിരുന്നു. ഹായ് ഗായ്സ്. ഹായ് പറഞ്ഞു ബ്രോ. അരുണേട്ടൻ ഹായ് പറ. ഫംഗ്ഷൻ എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചു പോവുകയാണ് ഫുഡ് അടിക്കാൻ. ഇത് നിങ്ങൾ വിചാരിക്കും നാട്ടിലെ സ്കൂൾ ബസ്സാണ്, പക്ഷെ ഇതല്ല, ഇത് ജർമ്മനിയിലാണ്. ബോർഡൊക്കെ നോക്ക്, കണ്ട. പക്ഷെ ഇത് നാട്ടിലല്ല. എല്ലാവരും നല്ല കളർഫുള്ളായിട്ടിരിക്കുന്നു. ഹായ് 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 ഹായ്. ഇപ്പോൾ ഡീഫൻ ചേട്ടന് മാത്രം സീറ്റ് കിട്ടിയില്ല. ആ നിൽപ്പുണ്ട് പാവം. ഓക്കെ, ചേട്ടനുണ്ട്. ഞാൻ ഡെൽഫിനെ കാണിക്കാം. ഫംഗ്ഷൻ എല്ലാം കഴിഞ്ഞ് ഞങ്ങളുടെ വീടിനടുത്തുള്ള നമസ്തേ എന്ന് പറഞ്ഞ കഫേഡിലുള്ള റെസ്റ്റോറൻറ്റിലാണ് ഞങ്ങളിപ്പോൾ. നല്ല അടിപൊളി ഫുഡൊക്കെ കഴിച്ചു, വയറ് നിറഞ്ഞു, മനസ്സ് നിറഞ്ഞു. ഞങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ ഗ്രാജുവേഷൻ സെറിമണി കഴിഞ്ഞു. അവരുടെ സന്തോഷത്തിൽ പങ്കുചേർന്നു, അവരോടൊപ്പം നല്ല സമയം സ്പെൻഡ് ചെയ്തു, ഫുഡ് കഴിച്ചു. അപ്പോൾ തിരിച്ച് ഞങ്ങൾ വീട്ടിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. നല്ലൊരു അനുഭവമായിരുന്നു അല്ലേ മോള്? അവർ ഹാപ്പി, കാരണം അവരുടെയും പേരൻസ് ആരും ഇല്ല. അപ്പം ഞങ്ങളൊക്കെ ചെന്നത് അവർക്ക് നല്ലൊരു സന്തോഷം കിട്ടിയൊരു സംഭവമായിരുന്നു. എന്തായാലും ഒരാളുടെ അമ്മ ഉണ്ടായിരുന്നു. അതെ, ആമിയുടെ അമ്മ ഉണ്ടായിരുന്നു. എന്തായാലും ഞങ്ങൾ നല്ല എൻജോയ് ചെയ്തു. അപ്പോൾ ജർമ്മനിയിൽ വരാൻ ഇരിക്കുന്ന സ്റ്റുഡൻസിനും എല്ലാവർക്കും ഇതൊരു പ്രചോദനമാകട്ടെ എന്ന് കരുതുന്നു. അപ്പോൾ എന്തായാലും ഇതുപോലുള്ള വീഡിയോസുമായി നമുക്കിനിയും കാണാം. ടേക്ക് കെയർ.